ഓൾ വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ യൂണിറ്റ് 2 എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. സോ ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് എന്താണ് റിസർച്ച് എന്നറിയാം. എല്ലാവർക്കും സിസ്റ്റമാറ്റിക് ആണ്, നമുക്കൊരു പ്രോപ്പർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, അതായിരിക്കും നമ്മുടെ മെയിൻ ഗോൾ. നമ്മളത് ഗെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് മാത്രമല്ല റീ ഇൻ്റർപ്രിറ്റിംഗ് നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ് ഓർ പ്രാക്ടീസ്. ഒന്നെങ്കിൽ നമുക്ക് അറിയാത്തൊരു കാര്യം, ഇല്ലെങ്കിൽ അറിയുന്ന ഒരു കാര്യത്തിനെ കൂടുതൽ ഇൻഡെപ്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. അതാണ് നമുക്ക് ആക്ച്വലി അറിയേണ്ടത്. അതായത് ഇപ്പോൾ COVID-19 എന്ന് പറയുന്ന ഒരു മാരകമായിട്ടുള്ളൊരു വിപത്ത് നമുക്ക് ഉണ്ടായി. ആദ്യം ഈ ഒരു അസുഖം വന്ന സമയത്ത് ആർക്കും അറിയില്ല ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, എന്ത് കാരണത്തല വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ സയൻറ്റിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ കണ്ടുപിടിച്ചത് COVID-19 എന്ന് കണ്ടുപിടിച്ചു. ഇതിനെയാണ് നമ്മൾ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. കണ്ടോ, എക്സ്പോസ്റ്റ് ഫാക്ടർ. അതായത് നമ്മൾ എന്തായിരുന്നു അതിൻ്റെ കോസ്, ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു ഒക്കർ ചെയ്തൊരു കാര്യത്തിന് എന്താണ് അതിൻ്റെ കോസ് എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു റിസർച്ചാണ് എന്ത്, ഈ ഒരു എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഈ ഒരു യൂണിറ്റിൽ എന്താണ് ക്യാരക്ടേഴ്സ്, എന്താണ് ടൈപ്പ്, എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടാവുക. സോ ഇനി ഫോംസ് ഓഫ് റിസർച്ച് ഡിസൈനാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ ആണ്. നമ്മൾ ഇപ്പോൾ പുക വലിക്കാത്ത ആൾക്കാരോട് നിങ്ങൾ പുക വലിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്യാൻസറിനെ പറ്റി പഠിക്കുന്ന രീതി, അതായത് ഫോർവേഡ് ലുക്കിംഗ്. സ്റ്റഡീസ് എഫക്ട് ഓൺ മാനിപ്പുലേറ്റ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. സോ നമ്മൾ വേരിയബിളിനോട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. സ്റ്റഡിങ് ഹൗ സ്മോക്കിംഗ് കോസ് ക്യാൻസർ ബൈ ആസ്കിങ് പാർട്ടിസിപ്പൻറ്റ് ടു സ്മോക്ക്. അവരോട് സ്മോക്ക് ചെയ്ത് എന്ത് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റെട്രോസ്പെക്റ്റീവ് റിസർച്ച് ഡിസൈൻ ആണ്. ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്. സ്റ്റഡി ദാറ്റ് കോസ് ഓഫ് ആൻ ഓൾറെഡി ഒക്കർഡ് ഇവൻ, നമുക്ക് ഓൾറെഡി ഉണ്ടായ ഒക്കർ ഇതാണ്. സോ സ്റ്റഡിങ് വൈ എ പേഴ്സൺ ഗോട്ട് ക്യാൻസർ ബൈ എക്സാമിങ് സ്മോക്കിംഗ് ഹിസ്റ്ററി, ജെനറ്റിക്, ഡയറ്റ് എക്സെട്ര. ഓൾറെഡി സ്മോക്കിംഗ് കാരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി കാരണം ക്യാൻസർ വന്ന ആൾക്കാരിൽ നമ്മൾ തിരിഞ്ഞു പോയിട്ട് നമ്മൾ പഠിക്കുന്ന രീതിയാണ്. എളുപ്പമല്ലേ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പറയാൻ പോകുന്നത് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് ആണ്. സോ റിസർച്ച് വേർ ദ എഫക്ട് ഹാസ് ഓൾറെഡി ഒക്കേർഡ് ആൻഡ് ദ റിസർച്ചർ ഇൻവെസ്റ്റിഗേറ്റ് പോസിബിൾ പാസ്റ്റ് കോസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിന് മുന്നേ ഉണ്ടായ ഒരു കാര്യമാണ്, എന്തുകൊണ്ട് വന്നു അല്ലെങ്കിൽ അതിന് കാരണം എന്താണ് എന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയാണ് അല്ലേ. സോ സ്റ്റഡിങ് കോസ് ഓഫ് ഡെലിക്വൻറ്റ് ബിഹേവിയർ ഇൻ യൂത്ത്. സോ എക്സാമ്പിൾ ആണ്, ഓൾറെഡി നമ്മൾ കുറേ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഏതെങ്കിലും എക്സാമ്പിൾ നോക്കിയാൽ മതി, എല്ലാം ഒന്നും വാരിക്കോരിയൊന്നും പഠിക്കേണ്ട ആവശ്യം നമുക്കിതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാറില്ല. കേഷ്വൽ റിലേഷൻഷിപ്പ് ആർ ഇൻ്റർഫിയർ വിത്തൗട്ട് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ. സോ എന്താണ്, നമ്മൾ ഡയറക്ട്ലി ഇൻ്റർവെൻഷൻ ചെയ്യാതെ എന്ത് ചെയ്യാറുണ്ട്, കേഷ്വൽ റിലേഷൻഷിപ്സ് ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. ഡയറക്ട്ലി നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ്, വിത്തൗട്ട് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ. സോ ലാൻഡ്മാൻ 1988 എക്സ്പോസ്റ്റ് ഫാക്ടർ എന്നത് സ്റ്റഡിങ് നേച്ചുറൽ ട്രീറ്റ്മെൻറ്റ് പോസ്റ്റ് ഒക്കറൻസ്. ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ പണ്ട് എങ്ങനെ ഉണ്ടായി, എന്താ ഉണ്ടായി നമ്മൾ പഠിക്കുന്ന രീതി പോലെ. സോ കോറിലേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു കോസേഷൻ. സോ എന്താണ്, കോറിലേഷനും ഉണ്ട് കോസേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് കോറിലേഷൻ എന്നറിയണം. സോ ഇത് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് വരില്ല, ഇതൊരു എക്സ്ട്രാ ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ നമ്മൾ കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എല്ലാവർക്കും അറിയാം, റിസർച്ചുകളിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോറിലേഷൻ ഉണ്ടോ, അതായത് വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോറിലേഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് കോസേഷൻ എന്ന് നോക്കാം. സോ കോസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആക്ഷൻ ഓഫ് കോസിങ് സംതിങ്, എന്തെങ്കിലും നടക്കുന്നതിന് കാരണമാവുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ഇവിടെ സൂര്യനുണ്ട്, അപ്പോൾ ഇവിടെ ഐസ്ക്രീം ഉണ്ട്. സോ ഇവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് ഐസ്ക്രീമിന് എന്ത് ചെയ്യാറുണ്ട്, ഓൾറെഡി ഈ അലിയിച്ച് കളയാറുണ്ട്. അത് നമുക്കറിയുന്നതാണ്. ഇവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്, അയാളൊരു കള്ളനാണെന്ന് വിചാരിക്കുക. അപ്പം സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇരുട്ടാണ്. അവിടെ കള്ളന് അടിച്ചു മാറ്റി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സാധനങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല, കള്ളം നടന്നു പോകുമ്പോൾ തളർച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോറിലേഷൻ. കൊസേഷൻ എന്ന് പറയുന്നത് ഇത്, ഈ സൂര്യൻ ഇവിടെയുണ്ട്, സൂര്യൻ കാരണം ഐസ് അലിയുന്നു അല്ലെങ്കിൽ ഐസ്ക്രീം അലിയുന്നു. പിന്നെ സൂര്യൻ മങ്ങിപ്പോയി കഴിഞ്ഞാൽ കള്ളന്മാർക്ക് എളുപ്പമാണ് സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ. അത് കൊസേഷൻ ആണ്. ഇനി കോറിലേഷൻ ആണെങ്കിൽ എന്താണ്, നമ്മൾ ഈ ഒരു രണ്ട് സാധനം, നമുക്ക് ദാഹിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഐസ്ക്രീം കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കൊതി വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ അടിച്ച് നമുക്ക് വേർത്ത് വരും, അല്ലെങ്കിൽ ദാഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺബേൺ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
ഓൾറെഡി ഐസ്ക്രീം നമ്മൾ കൂടുതൽ വാങ്ങിക്കഴിക്കും. ആ സമയത്ത് ഐസ്ക്രീമിൻ്റെ സെയിൽ കൂടും. ഇതാണ് എന്ത് കോറിലേഷനും കൊസേഷനും. സോ കോറിലേഷനും കൊസേഷനും നമ്മൾ പറയുമ്പോൾ രണ്ടും രണ്ട് പെർസ്പെക്റ്റീവ് ആണെങ്കിലും ഇവിടെ നമുക്ക് എന്തില്ല നോട്ട് ഈക്വൽ ടു ആണെന്നുള്ളതാണ്. ഇനി ക്യാരക്ടേഴ്സ് ഓഫ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് ആണ്, കാഷ്വൽ കോമ്പറേറ്റീവ് റിസർച്ച് ആണ്, പിന്നെ കമ്പാരിസൺ ഓർ കൺട്രോൾ ഗ്രൂപ്പീസ് ഇടയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാനിപ്പുലേഷൻ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ പറ്റില്ല. ആൻഡ് ഫോക്കസ്ഡ് ഓൺ എഫക്റ്റ് ആണ്. ആൻഡ് ദെൻ ട്രാക്ക് ബാക്ക് ടു ഫൈൻഡേഴ്സ്, എന്താണ് നമ്മൾ കണ്ടുപിടിച്ചാണ് പോകുന്നത്, നമ്മൾ എങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പോസ്റ്റ് ഒക്കറൻസ്, സോ എങ്ങനെയാണ് പണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട്, ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല, ആ ഒരു ഐഡിയ മനസ്സിലാക്കി തന്നെ വെക്കുക. സോ ഇത് എക്സ്പെരിമെന്റിലും എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ചിൻ്റെയും ഡിഫറൻസ് ആണ്. ഇതെന്തായാലും കാണാതെ തന്നെ പഠിക്കുക. ചോദിക്കുവാണെങ്കിൽ എക്സ്പോസ്ഡ് ഫാക്ടർ ചോദിച്ചാലും എക്സ്പെരിമെന്റ് ചോദിച്ചാലും രണ്ടും വരച്ചങ്ങോട്ട് വെക്കുക. വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ, റാൻഡം മെഷ് നടക്കാറുണ്ടോ, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, ടെമ്പറൽ ഡിറക്ഷൻ ഉണ്ടോ, എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന എസെൻഷ്യൽ അല്ലെങ്കിൽ റിക്വസ്റ്റഡ് ഫോർ ഇന്റർഫിയറിംഗ് കോസൽ റിലേഷൻഷിപ്പ്. സോ അവിടെയാണ് അസോസിയേറ്റീവ് വേരിയേഷൻ പറയുന്നത്. ദർ മസ്റ്റ് ബി എ കോറിലേഷൻ ബിറ്റ്വീൻ ദ കോസ് ആൻഡ് എഫക്റ്റ്. കോസിലും എഫക്റ്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാകും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ കുറേ ആൾക്കാർ മരിച്ചു പോകുന്നു, മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നു ഡ്യൂ ടു COVID-19. അതുപോലെ ഇനി സിസ്റ്റമാറ്റിക് ഓർഡർ ഓർ ഈവൻ ദ കോസ് എക്സ് മസ്റ്റ് ഒക്കർ ബിഫോർ ഓർ വിത്ത് ദ എഫക്ട് വൈ. ഒന്നെങ്കിൽ ഈ ആൾക്കാർ മരിക്കുന്നതിന് മുന്നേ ഉണ്ടാവുക, ഇല്ലെങ്കിൽ ആൾക്കാർ മരിക്കുന്നുമുണ്ട്, കോവിഡിന്റെ അളവ് കൂടുന്നുമുണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കും. അതാണ് സിസ്റ്റമാറ്റിക് ഓർഡർ ഓഫ് ഇവന്റ്. നെക്സ്റ്റ് വൺ ഈസ് ആബ്സെന്റ് ഓർ അതർ കോസ് ആണ്. അതർ പോസിബിൾ കോസ് മസ്റ്റ് ബി റൂൾഡ് ഔട്ട് ടു ഐഡന്റിഫൈ ദ ട്രൂ കോസ്. അതായത് മറ്റുള്ള കാര്യങ്ങളും കൂടെ, ഇപ്പോൾ കോവിഡ് വരെ എന്താ കാരണം, ചൈനയിൽ നിന്ന് വന്നതാണ്, അതെങ്ങനെയാണ് എക്സ്പെരിമെന്റ് വഴി വന്നതാണ്, അങ്ങനെയൊക്കെ പറയുന്ന പോലെ മറ്റുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ റൂൾ ഔട്ട് ചെയ്താൽ നമുക്ക് ട്രൂ കോസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ചിന്റെ സ്റ്റെപ്സുകളാണ് പറയുന്നത്. നമുക്ക് ഈ സ്റ്റെപ്പുകൾ നമ്മൾ ഓരോന്നൊരു സിസ്റ്റമാറ്റിക് സീക്വൻസിൽ കടന്നു പോകുന്നത്. നമുക്ക് സജസ്റ്റ് ചെയ്ത് ഐസക് നിക്കേലും ജേക്കബും ആണ് നമ്മളെ ഇത് സജസ്റ്റ് ചെയ്തത് കേട്ടോ. ആൻഡ് ഐസക്കും മിഗേലും പറഞ്ഞ രീതിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ COVID-19 എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ നേച്ചർ, സ്കോപ്പ് ഓഫ് പ്രോബ്ലം ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുക. ലിറ്ററേച്ചർ റിവ്യൂ, നമ്മൾ നോർമൽ റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യില്ലേ, എന്തുകൊണ്ടാണ് ഒരു ഹൈപ്പോത്തിസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക, പിന്നെ ഹൈപ്പോത്തിസിനെ ഫോർമുലേറ്റ് ചെയ്യുക, നമ്മൾ ഗൈഡും റിസർച്ചും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഡിസൈനിങ് ദ അപ്രോച്ച്, സോ നമ്മൾ മെഷർമെന്റ് ടൂൾസ് നമുക്ക് ഉണ്ടായിരിക്കും. സോ അപ്രോപ്രിയേറ്റ് സാമ്പിൾസ് നമുക്ക് ഉണ്ടായിരിക്കും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡേറ്റ് കളക്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സും ആ രീതിയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് വാലിഡിറ്റി ഓഫ് ദ റിസർച്ച്, സോ നമ്മുടെ സാധനം വാലിഡ് ആണ്, റിലയബിൾ ആണ് നമ്മൾ അറിയണം ഉറപ്പായിട്ടും. കാര്യം ഇൻഡിവിജ്വൽ റിസർച്ചിൽ നമുക്ക് വാലിഡിറ്റി ഇല്ല, നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, പൊട്ടത്തരമാണെങ്കിൽ നമുക്ക് ഒരു ഉപയോഗമില്ല അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കൺക്ലൂഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് വീട്ട് കളക്റ്റഡ് ഡേറ്റ, ബാക്കി എല്ലാം സെയിം ആണ്. നമ്മൾ റിസർച്ച് സ്റ്റെപ്പ് പഠിച്ചില്ലേ, അതായത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം തന്നെ എല്ലാം നമുക്ക് സെയിം ആണ്. സോ അക്കോർഡിംഗ് ടു ജേക്കബ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ആദ്യം സ്റ്റേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ക്ലിയർ ഡിഫൈനിങ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ ഓർ ഇഷ്യൂ, പിന്നെ ഡിറ്റർമൈൻ ദ ഗ്രൂപ്പ് ടു ബി ഇൻവെസ്റ്റിഗേറ്റ്, നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏത് ടൈപ്പ് ഓഫ് ഗ്രൂപ്പാണ്. ആൻഡ് ഡേറ്റ കളക്ട് ചെയ്യണം, ക്വസ്റ്റ്യനറി ആണോ ഇന്റർവ്യൂ ആണോ, ആൻഡ് ഫൈൻഡിങ്സ് ഇന്റർപ്രറ്റ് ചെയ്യുക. നമ്മൾ അവിടെയാണ് റിജക്ഷൻ ആണോ അക്സെപ്റ്റൻസ് വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ആ റിസർച്ചിൻ്റെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഐഡിയയും കിട്ടും. അതിൽ വേറെ നമുക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാൻ ഇല്ല കേട്ടോ. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് സ്റ്റെപ്സുകളാണ് മിക്കവാറും എക്സാംസിന് ചോദിച്ചു വരിക. അതുകൊണ്ട് നന്നായിട്ടൊന്ന് നോക്കിക്കോളാം കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.